നടുവേദന എടുത്ത് കാലിലേക്ക് വേദന ഇറങ്ങുന്നവര്, തീരെ നടക്കാൻ വയ്യാത്തവര്, നടക്കുമ്പോൾ ബാലൻസ് പോകുന്നവര്, നടു ഇങ്ങനെ കുനിയുമ്പം തീരെ ഒന്നിനും പറ്റാണ്ട് 1 മിനിറ്റ് പോലും കറന്നു നിൽക്കാൻ പറ്റാത്തവര് ഈ പറയുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. അവർക്ക് ഉള്ളതല്ല ഈ വീഡിയോ. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ബാക്ക് പെയിൻ കുറയ്ക്കാം, അല്ലെങ്കിൽ എങ്ങനെ വരാതെ നോക്കാം, നമുക്ക് ഒരുവിധം കൺട്രോൾ ആയിട്ട് നമ്മുടെ എങ്ങനെ മസിൽസിനെ സ്ട്രെച്ച് ചെയ്തിട്ടൊക്കെ കൊണ്ടുപോവാം, അതിന് വേണ്ടിയിട്ടുള്ള 2 ടിപ്പാണ് പറയുന്നത്. ദിസ് ഈസ് ഫോർ ബാക്ക് പെയിൻ. ഫസ്റ്റ് വൺ, സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ നിൽക്കുക. എന്നിട്ട് നേരെ നമ്മൾ കൈ കുറച്ച് പൊക്കി പിടിച്ച് ഇങ്ങനെ, ഇത് യോഗയില് പാദഹസ്താസന എന്ന് പറയും. ദിസ് ഈസ് ടോ ടച്ചിങ്. ഇങ്ങനെ പതുക്കെ പതുക്കെ താഴേക്ക് പോവുക. ഇപ്പൊ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ ജസ്റ്റ് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ മതി. ബാക്ക് ടു നോർമൽ. ദിസ് ഈസ് ഫസ്റ്റ് വൺ. ഈ പൊസിഷൻ നമ്മുടെ ഫുൾ ബോഡി ബ്ലഡ് സർക്കുലേഷനും നല്ലതാണ്, ഒരുപാട് മസിൽസിന് റിലാക്സേഷൻ കൂടിയാണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ബെഡിൽ കിടന്നുകൊണ്ട് ചെയ്യുക. അതിപ്പോ ജസ്റ്റ് ഞാൻ ഫ്ലോറിലാണ് കിടക്കുന്നത്, എന്തെങ്കിലും ഒരു മാറ്റ് യൂസ് ചെയ്തോളൂ, ഡയറക്റ്റ് ഫ്ലോറിൽ കിടക്കരുത്. ഞാൻ ഡെമോ കാണിക്കാൻ വേണ്ടി കിടന്നേ ഉള്ളൂ. ഇവിടെ ഒരുപാട് സ്പേസ് ഇടരുത്. ഒരു 10 മിനിറ്റ്സ് വരെ നമുക്ക് ഹോൾഡപ്പ് ചെയ്യാം. എന്തെങ്കിലും കാലിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ബാക്ക് ടു ലൈനിങ് പൊസിഷനിലേക്ക് നോർമലായിട്ട് കിടക്കുക. അതിനുശേഷം വീണ്ടും ഇതിങ്ങനെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. കമന്റ് ഫോർ മോർ ടിപ്സ് ആൻഡ് എക്സസൈസസ്.